ഹലോ ഗായ്സ്, വെൽക്കം ടു അഭി ഉമ ശേഷാദ്രീസ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പനീർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ പനീർ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പനീറാണ്. ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്ന പനീർ ക്യൂബ്സാണ്, ക്യൂബായിട്ട് കിട്ടുന്ന പനീർ. അതുപോലെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയാണ്. അതുപോലെ ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ഗ്രീൻ ചില്ലിയും ഇഞ്ചി വെളുത്തുള്ളി ഒരൽപ്പം ചതച്ചതാണ്. പിന്നെ മല്ലിയില, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇത്രയുമാണ് നമുക്ക് ഈ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അടുത്ത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്, ഇവിടെ എൻ്റെ അമ്മ കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പനീർ ക്യൂബ്സ് ഇതിലോട്ടിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരയ്ക്കും നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹൈയിൽ എപ്പോഴും ഇട്ടിരിക്കരുത്, ലോ ടു ഹൈ എന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് കാരണം കുറച്ചൊന്ന് മൂത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇത് കോരി മാറ്റുക. അടുത്തതായി നമ്മൾ ചീനച്ചട്ടിയിൽ അതേ എണ്ണയിൽ നമ്മൾ വറുത്ത് കോരിയ എണ്ണയിലാണ് കറിവേപ്പിലയും ചതച്ച ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ട് അതിനെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരയ്ക്കും നല്ല രീതിയിൽ അതിനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് അതിനെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരയ്ക്കും അതിനെ നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ സവാള നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്തിളക്കി ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരയ്ക്കും നമുക്കൊന്നുകൂടെ അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. രണ്ട് 3 മിനിറ്റിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ ഒന്ന് ചെറുതായി വറ്റിച്ചെടുക്കുക. അപ്പോൾ പാകത്തിന് വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തവി ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടച്ചെടുക്കണം. നേരത്തെ നമ്മൾ കോരി മാറ്റി വെച്ചിരുന്ന ആ ഒരു ഫ്രൈ ചെയ്ത പനീറുണ്ടല്ലോ, അതിനെ ഈ ഒരു കൂട്ടിലേക്ക് നമുക്കിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മസാല എല്ലാം ഈ പനീറിൽ നല്ല രീതിയിൽ പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് കൂടെ നമുക്കതിനെ ഒന്നുകൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഓൾ സെറ്റ്. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ കസൂരി മേത്ത് കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീർ കറിയാണിത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.